BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. 33ാമത് അറബ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പ്രധാന റോഡുകളിലും ഹൈവേകളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ബുധനും വ്യാഴവും നിയന്ത്രണമുണ്ടാകും. ചില റോഡുകളിലെ ഗതാഗതം വഴിതിരിച്ചുവിടും. പ്രധാന റോഡുകളിലെ തിരക്ക് കുറയ്ക്കാനാണ് ചില സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു. നിയന്ത്രണങ്ങൾ രാവിലെയും വൈകുന്നേരവും ഉണ്ടാകും. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സല്ലാഖ്, സഖീർ പാലസ്, റൗണ്ട് എബൌട്ട് എന്നിവിടങ്ങളിലേക്കും നിയന്ത്രണമുണ്ടാകും. ഗതാഗതം സുഗമമാക്കാനായി നൽകിയിട്ടുള്ള ബദൽ റൂട്ടുകൾ യാത്രയ്ക്കായി ഉപയോഗിക്കണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബു ഖൈദിനെ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ സ്വീകരിച്ചു. 33ാമത് അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ബഹ്റൈനിൽ എത്തിയതിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചകോടിയിൽ അജണ്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരുക്കങ്ങളും ചർച്ച ചെയ്തു. ഉച്ചകോടി വിജയിപ്പിക്കുന്നതിന് ബഹ്റൈൻ സ്വീകരിച്ച ഒരുക്കങ്ങളിൽ മതിപ്പ് പ്രകടിപ്പിച്ച അബു ഖൈദ് ഹമദ് രാജാവിന് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ഇത്തരമൊരു ചരിത്രപരമായ ഉച്ചകോടി ബഹ്റൈനിൽ സംഘടിപ്പിക്കുന്നതിൽ ഏറെ അഭിമാനമുള്ളതായി ഹമദ് രാജാവ് വ്യക്തമാക്കി. മേഖല കടന്നുപോകുന്ന പ്രത്യേക സാഹചര്യവും സംഭവ വികാസങ്ങളുടെയും നടുവിലാണിതെന്നും ശ്രദ്ധേയമാണ്. അറബ് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങളും അഭിമാനാർഹമായ വളർച്ചയും നിലനിർത്തുന്നതിനും മേഖലയിൽ സമാധാനവും ശാന്തിയും സാധ്യമാക്കുന്നതിനും കൂടുതൽ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ശുഭാപ്തി പ്രകടിപ്പിച്ചു. അറബ് രാജ്യങ്ങൾക്കിടയിൽ ഐക്യവും ഒത്തൊരുമയും വർദ്ധിപ്പിക്കുന്നതിനും കൂട്ടായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്ന അറബ് ലീഗ് സെക്രട്ടറി ജനറലിന് ഹമദ് രാജാവ് പ്രത്യേകം അഭിവാദ്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ഗുദൈബിയ പാലസിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ മെയ് 16-ന് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന 33ാമത് അറബ് ഉച്ചകോടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി. അറബ് ഐക്യം ഊട്ടിയുറപ്പിക്കാനും അറബ് ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഉയർച്ചയും സമാധാനപൂർണമായ അന്തരീക്ഷവും സുഭിക്ഷമായ ജീവിതവും ഉറപ്പാക്കാനുള്ള വിഷയങ്ങളായിരിക്കും ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുകയെന്നും ഹമദ് രാജാവ് വ്യക്തമാക്കി. മേഖലാ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഉച്ചകോടിക്ക് ബഹ്റൈൻ വേദിയാവുന്നത്. പരസ്പര ചർച്ചയും സഹകരണവും വഴി എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറബ് ഉച്ചകോടിയുടെ ഒരുക്കങ്ങളും നിലവിലെ അജണ്ടകളും മന്ത്രിസഭ ചർച്ച ചെയ്തു. ഉച്ചകോടി വിജയിപ്പിക്കുന്നതിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയ ആഭ്യന്തര മന്ത്രാലയത്തിന് ഹമദ് രാജാവ് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടത്തിയ വിദേശകാര്യ മന്ത്രാലയം, സഹകരണം നൽകുന്ന മറ്റ് മന്ത്രാലയങ്ങൾ, സർക്കാർ അതോറിറ്റികൾ എന്നിവയ്ക്കും അദ്ദേഹം നന്ദി പ്രകാശിപ്പിച്ചു. ബഹ്റൈൻ ഒറ്റക്കെട്ടായി ഒരു കുടുംബം പോലെ ഉച്ചകോടി വിജയിപ്പിക്കാനുള്ള ഒരുക്കങ്ങളുമായി പൂർണ്ണാർത്ഥത്തിൽ സഹകരിക്കുന്നതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. രാജ്യത്തെത്തുന്ന മുഴുവൻ അതിഥികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വ്യാപൃതമായ ടീമുകൾക്കും അദ്ദേഹം അഭിവാദ്യങ്ങൾ അറിയിച്ചു. വിവിധ മേഖലകളിൽ ബഹ്റൈൻ യുവതിയുടെ മുന്നേറ്റവും വളർച്ചയും അത്ഭുതപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫലസ്തീന് പൂർണ്ണരാഷ്ട്രമെന്ന പദവിയും കൂടുതൽ അവകാശങ്ങളും നൽകാൻ UN മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 33ാമത് അറബ് ഉച്ചകോടി ബഹ്റൈനിൽ സംഘടിപ്പിക്കുന്ന വേളയിൽ ഭരണാധികാരി രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്ക് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ മന്ത്രിസഭയുടെ പ്രത്യേക അഭിവാദ്യങ്ങൾ നേർന്നു. ഉച്ചകോടി വിജയത്തിലെത്തിക്കുന്നതിന് വിവിധ മന്ത്രാലയങ്ങളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും സഹകരണത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് ബഹ്റൈൻ ലൈഫ് ലൈൻ എന്നൊരു പുതിയ സംരംഭം രൂപവൽക്കരിച്ചു. സാമൂഹിക പ്രവർത്തക ഐഷ സയ്യിദ് ഹനീഫ് ഉദ്ഘാടനം ചെയ്തു. ഹെൽപ്പ് ലൈൻ കൺവീനർ ഉസൈബ മായ രാജു, സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് പ്രസിഡന്റ് അലീമ ബീവി, വൈസ് പ്രസിഡന്റ് ഷക്കീല മുഹമ്മദ് അലി, ജോയിന്റ് സെക്രട്ടറി ഷംല, കോർഡിനേറ്റർ റൂബി, ട്രഷറർ നിജ സുനിൽ, സിസ്റ്റേഴ്സ് മെമ്പർമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. വോയിസ് ഓഫ് ആലപ്പി വിഷു, ഈസ്റ്റർ, ഈദ് ആഘോഷം സംഘടിപ്പിച്ചു. മേടനിലാവ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആടുജീവിതം സിനിമയുടെ യഥാർത്ഥ കഥാനായകൻ നജീബ് വിശിഷ്ട അതിഥിയായി. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്വദേശിയും മുൻ ബഹ്റൈൻ പ്രവാസിയുമായ നജീബിനൊപ്പം പത്നി സബിയത്ത് ബെന്യാമിനിലേക്ക് നജീബിന്റെ ജീവിതം എത്തിച്ച ആലപ്പുഴ മാവേലിക്കര സ്വദേശി സുനിൽ പിള്ള എന്നിവരും പങ്കെടുത്തു. വോയിസ് ഓഫ് ആലപ്പി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷനായി. സുനിൽ മാവേലിക്കര, വോയിസ് ഓഫ് ആലപ്പി
ആലപ്പി രക്ഷാധികാരികളായ ഡോക്ടർ PV ചെറിയാൻ, അനിൽ UK എന്നിവർ ചേർന്ന് നജീബിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വോയിസ് ഓഫ് ആലപ്പി ട്രഷറർ ഗിരീഷ് കുമാർ, പ്രോഗ്രാം ജോയിന്റ് കൺവീനർ ഗോകുൽ കൃഷ്ണൻ എന്നിവർ നജീബിന് ഉപഹാരം നൽകുകയും ആക്ടിംഗ് പ്രസിഡന്റ് അനസ് റഹീം, ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി എന്നിവർ ചേർന്ന് മെമന്റോ കൈമാറുകയും ചെയ്തു. കൂടാതെ ലേഡീസ് വിംഗ് ചീഫ് കോർഡിനേറ്റർ രശ്മി അനൂപിന്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചേർന്ന് നജീബിന്റെ പത്നി സബിയത്തിന് സ്നേഹോപഹാരം നൽകി. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ CBSE 12ാം ക്ലാസ് പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം നേടി. സ്കൂൾ മൊത്തത്തിൽ 98.4% വിജയം കൈവരിച്ചു. കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ പരീക്ഷയിൽ ആകെ 616 വിദ്യാർത്ഥികൾ ഹാജരായിരുന്നു. 32 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A1 ഗ്രേഡ് ലഭിച്ചു. 14.9% വിദ്യാർത്ഥികൾ 90% മുകളിൽ മാർക്ക് നേടിയപ്പോൾ 56.98% പേർക്ക് 75% മുകളിൽ മാർക്ക് ലഭിച്ചു. 89.77% വിദ്യാർത്ഥികൾക്ക് 60%വും അതിൽ കൂടുതലും ലഭിച്ചു. മൊത്തം 22 വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ മുഴുവൻ മാർക്കും നേടി. കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫോർമാറ്റിക് പ്രാക്ടീസ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്നിവയിൽ 5 വിദ്യാർത്ഥികൾ വീതവും, കെമിസ്ട്രി, സൈക്കോളജി എന്നിവയിൽ 2 വിദ്യാർത്ഥികൾ വീതവും, ബയോളജി, ഹോം സയൻസ്, മാർക്കറ്റിംഗ് എന്നിവയിൽ ഓരോ വിദ്യാർത്ഥി വീതവും 100 മാർക്ക് നേടി. ഫാത്തിമ നവറ നവാസ്, സയ്യിദ് അസീല മാഹിൻ അബൂബക്കർ, ശ്രീ പ്രഹ്ലാദ് മുകുന്ദൻ, ഹൈഫ മുഹമ്മദ് ഷിറാസ് എന്നിവരാണ് സ്കൂൾ ടോപ്പർമാർ. എല്ലാ സ്കൂൾ ടോപ്പർമാർക്കും 500-ൽ 480 ലഭിച്ചു. 97%. 96.8% നേടിയ ധനേഷ് സുബ്രഹ്മണ്യനും തേജിൽ കാർത്തികേയനും സ്കൂളിൽ 2ാം സ്ഥാനത്താണ്. റെജി ജോൺ 96.4% നേടി സ്കൂളിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. പത്തനംതിട്ട നിരണത്ത് താറാവ് ഫാമിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 2 ദിവസത്തിനുള്ളിൽ ഫാമിലി താറാവുകളെ പൂർണ്ണമായും കൊന്നൊടുക്കി ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്ന് കളക്ടർ S. പ്രേംകൃഷ്ണൻ പറഞ്ഞു. ഫാം സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 ദ്രുതകർമ്മ സേനകളെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. ഗ്യാസ് ചേമ്പർ ഉപയോഗിച്ചാണ് സംസ്കരിക്കൽ. ഫാമിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള താറാവുകളുടെ വിവരം ശേഖരിക്കാൻ ആശാ വർക്കർമാർക്ക് നിർദ്ദേശം നൽകി. 3ാം ദിവസം ഇവയെ സംസ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ നിരോധിത മേഖലയായും പ്രഖ്യാപിച്ചു. മഞ്ഞപ്പിത്തം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. രോഗബാധിത പ്രദേശങ്ങളിലെ എല്ലാ കുടിവെള്ള സ്രോതസ്സുകളിലും ക്ലോറിനേഷൻ നടത്താൻ ആവശ്യപ്പെട്ടു. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ നൽകാവൂ. ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ഹെൽത്ത് കാർഡ് പരിശോധന കർശനമാക്കി. ജ്യൂസിന് ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധജലം കൊണ്ട് മാത്രമേ നിർമ്മിക്കാവൂ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് മുൻപ് എല്ലായിടത്തെയും കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനും നിർദ്ദേശം നൽകി. മലപ്പുറം, ചാലിയാർ, പോത്തുകല്ല് ഭാഗങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിൽ സ്വീകരിച്ചിരുന്ന പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് വിലയിരുത്തി. പോത്തുകല്ലിൽ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമായിരുന്നു. എന്നാൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ചാലിയാറിലും പോത്തുകല്ലിലും യോഗങ്ങൾ ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. വിനോദയാത്രയ്ക്ക് പോയി വരുന്നവരിൽ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മഞ്ഞപ്പിത്തം പോലെയുള്ള ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കുടിവെള്ള കാര്യത്തിൽ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഷ്കർഷ. മറ്റു രോഗമുള്ളവർക്ക് ഹെപ്പറ്റൈറ്റിസ് A ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ ഏറെ ശ്രദ്ധ വേണം. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും HIV, കരൾ രോഗങ്ങൾ തുടങ്ങിയ മറ്റ് അനുബന്ധ രോഗമുള്ളവരിലുമാണ് തീവ്രമായ അസുഖം കാണപ്പെടുന്നത്. കോഴിക്കോട് പന്തരങ്കാവിലെ ഭർതൃവീട്ടിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച ഭർത്താവിനെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി. ഭർത്താവ് പന്തരങ്കാവ് തെക്കേ വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ P. ഗോപാലിനെതിരെ ഗാർഹിക പീഡന നിയമപ്രകാരം മാത്രമാണ് കേസെടുത്തത്. പന്തരങ്കാവ് പോലീസ് പെൺകുട്ടിയോട് നീതി കാണിച്ചില്ലെന്നും പിതാവ് പറഞ്ഞു. കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തുടക്കത്തിൽ വിമുഖത കാണിച്ചെന്നും രാഹുലിനെ ന്യായീകരിച്ച് ഒത്തുതീർക്കാൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട്. പറവൂർ സ്വദേശിയായ യുവതിയുമായി ഈ മാസം 5-നായിരുന്നു രാഹുലിന്റെ വിവാഹം. അടുക്കള കാണൽ ചടങ്ങിന് 12-ന് രാഹുലിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് യുവതി ക്രൂരമർദ്ദനത്തിനിരയായത് ബന്ധുക്കൾ അറിഞ്ഞത്. നെറ്റിയിലും തലയിലും മുഷ്ടിച്ചുരുട്ടി ഇടിച്ചെന്നും മൊബൈൽ ചാർജറിന്റെ വയർ കഴുത്തിൽ ചുറ്റി വലിച്ചെന്നും പരാതിയിൽ പറയുന്നു. സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന രീതിയിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയും പലതവണ മകളോട് സംസാരിച്ചെന്നും പിതാവ് ആരോപിച്ചു. കേബിൾ കഴുത്തിൽ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും വീട്ടിലുണ്ടായിരുന്ന ആരും തിരിഞ്ഞു നോക്കിയില്ല. സംഭവം വിവാദമായതോടെ പന്തരങ്കാവ് പോലീസ് ഫോണിൽ വിളിച്ച് യുവതിയോട് സ്റ്റേഷനിലെത്തണമെന്ന് ആവശ്യപ്പെട്ടു. സ്ത്രീധനമായി 70 പവനിലേറെ സ്വർണവും 2.5 ലക്ഷം രൂപയും നൽകിയെന്നും പിതാവ് പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ
മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.